നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് നമ്മൾ, അതായത് സമൂഹം വളരുന്നില്ല എന്നുള്ളത് മറ്റൊരു വെല്ലുവിളിയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ജാതി വ്യവസ്ഥ അതിന്റെ തട്ട് ശ്രേണികളായിട്ട് തരംതിരിച്ച് നിൽക്കുമ്പോൾ ആ ശ്രേണികളിൽ നിന്നുകൊണ്ട് ജാതീയമായി തന്നെ മനുഷ്യനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഭരണഘടന എത്ര പോയാലും മുന്നോട്ട് പോയില്ല. ഒരു കാര്യം പറയുന്നത് മതേതരത്വം എന്നുള്ളതല്ല വാക്ക്, മതനിരപേക്ഷത എന്നുള്ളതാണ് ഒരു വാക്ക്. കാരണം ഈ സമൂഹത്തിൽ മതേതരത്വം എന്ന് പറയുന്ന മതം ഇതരമായ ഒന്ന് ഇല്ല. ഇന്ന് കാണുന്ന ഈ സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും പേരിൽ മതമുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തിയുടെയും ജീവിത രീതിയിൽ മതം ഉണ്ടാവും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ മതേതരത്വം എന്നുള്ളതല്ല, മതനിരപേക്ഷതയാണ്. മതം ഇതരമായി ഉള്ള ഒന്നുമില്ല, നേരെ മറിച്ച് മതനിരപേക്ഷമായി നിൽക്കണം സമൂഹം. ആ സമൂഹത്തോടൊപ്പമാണ് കൂടുതൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം മതമായി മാറിക്കഴിഞ്ഞാൽ ഇന്ത്യ അല്ലാതായി മാറും. ഈ കൂട്ടത്തിൽ തന്നെ പല മതത്തിലുള്ളവരുണ്ടാവും, പല ജാതിയിലുള്ളവരുണ്ടാവും. അത്തരത്തിലൊരു സാഹചര്യത്തിൽ മതമായി മാറിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പൗരത്വത്തിന്റെ ഭാഗമായി പൗരത്വം നിശ്ചയിക്കുന്നതിന് മതം ഒരു കാരണമായി മാറി. ഒരു വിഭാഗം ഈ രാജ്യത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത വിഭാഗത്തിലേക്ക് വരും. ആ വിഭാഗവും പോയി കഴിഞ്ഞാൽ ഒരു വിഭാഗം മാത്രമായി മാറും. ആ വിഭാഗത്തിലെ തട്ടുകളെ തിരിക്കലായിരിക്കും പിന്നീടുള്ള പണി. അധികം ഒരുമിച്ച് കെട്ടാൻ പറ്റാത്ത പോലത്തെ സംസ്കാരങ്ങളും ഭാഷയും ജീവിത രീതിയും ഭൂപ്രദേശവും കാലാവസ്ഥയും ഒക്കെ ഉള്ള ഒരു പ്രദേശത്തെ ഒരു രാജ്യമായി എങ്ങനെ കാണും എന്ന ചോദ്യത്തിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം വന്നപ്പോ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധികളാണ് പറഞ്ഞത് ഹിന്ദു സംസ്കാരത്തിൽ ഒന്നിക്കൊണ്ട് ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കണം. ഏറ്റവും ആദ്യം അതിനെ എതിർത്ത വ്യക്തി ഡോക്ടർ BR അംബേദ്കറാണ്. കാരണം വിവിധങ്ങളായ, നേരത്തെ പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരുപാട് സമരങ്ങളുടെയും എല്ലാം മൂല്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന ഭരണഘടനയാകുമ്പോൾ വിവിധ മതങ്ങളുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്, വിവിധ ഭാഷകളുണ്ട്.